എന്തിനാ മോന്ത ഇങ്ങനെ ഒരു കുരങ്ങടിച്ചണക്കിരിക്കുന്നത്? ഓ വേറെ എങ്ങനെ ഇരിക്കാനാ? എന്റെ മരുമോൾ എല്ലാവരും പറഞ്ഞു നടക്കുന്നത് എനിക്ക് ഒട്ടും കൈപ്പുണ്യം ഇല്ലെന്ന്. അത് ഞാനും നിന്റെ അടുത്ത് പറയാനിരുന്നതാ. എന്തിനാ അമ്മ ശവത്തി കുത്തുന്നേ? ശവം ഉണ്ടെങ്കിലേ കുത്താൻ പറ്റുള്ളൂ. ഓ നീ അഥവാ ഞാൻ കുക്കിങ്ങിൽ ഇച്ചിരി പുറകോട്ടാണെങ്കിൽ അത് എല്ലാവരും വിളിച്ചു പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ അവക്ക്? അത് ഭയങ്കര മോശമായിപ്പോയി. അവളെ വിളിച്ചോണ്ട് വഴക്ക് പറഞ്ഞാലോ? അമ്മ എന്നെ കളിയാക്കുവാണോ അതോ കാര്യമായിട്ടാണോ? ഞാൻ നിന്നെ കളിയാക്കുവോ? ഓ അമ്മയുടെ കാര്യമായോണ്ട് അങ്ങനെ തീർത്ത് പറയാൻ പറ്റത്തില്ല. കാരണം മനസ്സിലാക്കാത്ത രീതിയിൽ അങ്ങ് കളിയാക്കും. അവളെ വിളിച്ചിട്ടുണ്ട് വഴക്ക് പറഞ്ഞാലോ? പാചകം ചെയ്യാൻ അറിയാത്തവരെ കളിയാക്കുന്ന. അപ്പൊ അമ്മ അവളെ വിളിച്ച് വഴക്കൊന്നും പറയണ്ട. ഇപ്പം വരും അമ്മയുടെ നാരങ്ങ മുട്ടായി കേട്ട് അച്ചാറിന്റെ കൂട്ട് ചോദിക്കാൻ. അമ്മ അന്നേരം ലോകത്തിലില്ലാത്ത ഒരു കൂട്ടങ്ങ് പറഞ്ഞു കൊടുത്ത് അവിടെ അച്ചാർ കൊളാക്കി തന്നാ അന്നേരം പിന്നെ എനിക്ക് മനസ്സമാധാനായിട്ട് അവളെ കളിയാക്കാം. അപ്പോഴ അച്ചാർ നന്നായില്ലെങ്കിൽ അവളെന്റെ കൂട്ടിന്റെ പ്രശ്നമാന്ന് പറഞ്ഞാലോ? നമ്മള് സമ്മതിച്ചു കൊടുക്കത്തില്ല. നമ്മൾ പറയും നല്ലൊരു റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ട് അവൾ അത് ഉണ്ടാക്കി കൊളവാക്കി എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കൂടെ കളിയാക്കാം. അന്നേരം എന്റെ കൂട്ടിനെ പറ്റി പറഞ്ഞാലോ? കൂട്ടിന്റെ കാര്യമല്ല പറയുന്നത്. നമുക്ക് പറയാം നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ കുഴപ്പം കൊണ്ടാന്ന് പറഞ്ഞാ പോരെ. പിന്നെ അത് മാത്രല്ല അവര് കൊണ്ടിരുന്നതിന്റെ ഇരട്ടി നാരങ്ങ മുട്ടായി എന്റെ അമ്മയ്ക്ക് നീ കൊടുക്കുന്നതിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഞാൻ മേടിച്ചു തരും അമ്മ ഉറപ്പായിട്ടും. ഉറപ്പ്? അവര് തരുന്നതിന്റെ ഇരട്ടി മുട്ടായി ഉറപ്പായിട്ടും തരും. ഉറപ്പായിട്ടും തരും. ഞാനൊന്ന് നോക്കാം. എന്റെ അമ്മയ്ക്ക് ഞാൻ തന്നില്ല പിന്നെ ആര് തരാനാ? അമ്മേ വരുന്നുണ്ട്, ഞാൻ പോയേക്കാം. അമ്മ പോലെ പൊടി എഴുന്ന. ഞാൻ ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഇവള് പറയുന്ന ഇവിടെ വായിരിക്കുന്ന കേൾക്കാനായിട്ട്. അമ്മ ഇരിക്കും. അച്ഛമ്മേ കുറച്ച് മിഠായി ഒക്കെ കഴിച്ചോണ്ടിരിക്കേ. എന്തിനാ? അത് ഞങ്ങള് കൊണ്ടുവന്നത് അച്ഛമ്മക്ക്. കൊറേ മിഠായി ഇവിടെ ഇരിക്കുന്നു വെറുതെ ഒരു സന്തോഷത്തിന്. എടി എന്നാലും നല്ലൊരു അച്ചാറിട്ട് ആ ഉത്തുവണ്ണന്റെ മുന്നിൽ മാനം രക്ഷിക്കാനുള്ള വിധി എനിക്കില്ലാതായി പോയല്ലോടി. എന്ത് ചെയ്യാനാ നാത്തൂനെ? നമുക്ക് നല്ലൊരു റെസിപ്പി പറഞ്ഞു തരാൻ ആരും ഇല്ലല്ലോ. മതി മതി, കൂടുതൽ നമ്പറൊന്നും ഉറക്കണ്ട. ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരുവോ? കൂട്ട് മാത്രം ഞാൻ പറഞ്ഞുതരും, ബാക്കിയുള്ളവരെ നിങ്ങൾ ചെയ്തോളൂ. അതൊക്കെ ഞങ്ങൾ ഏറ്റു സൂപ്പറാക്കും. അച്ഛമ്മ ഇനി മിഠായി വേണേ പറഞ്ഞാ മതിയേ. താങ്ക് യു. അപ്പൊ പേനയും പേപ്പറും എടുത്തോണ്ട് വരാം. എഴുതിയെടുക്കണ്ടേ? എന്റെ റൂമിൽ ഇരിപ്പുണ്ട്. ഇതൊന്നും ശരിയാവുന്നില്ലടേ. എടേ എനിക്ക് കാലാണ് വഴങ്ങുന്നത്. അച്ഛാ കാലച്ഛ ഒരു പ്രാവശ്യം അഭിനയിച്ചല്ലേ കാല് വയ്യാതെ. ഒരു പ്രാവശ്യം ചെയ്ത റോള് വീണ്ടും വീണ്ടും ചെയ്യണം. നല്ലൊരു നടന് പറ്റിയ പരിപാടിയല്ല അച്ഛൻ. കൈ തന്നെ ചെയ്താൽ മതി. ഞാൻ നല്ല നടനൊന്നും അല്ലടേ. മാമ ചലഞ്ചിങ് ആയിട്ട് ചെയ്യണ്ടേ? അകത്ത് വിശ്വസിക്കണോ? ചലഞ്ചിങ് ആയിട്ട് ചെയ്യ മാമ. എന്നാ ശരി, കൈയെങ്കിൽ കൈ. വാ പോവാ. അച്ഛൻ പോകാൻ പറയട്ടെ. ഒന്ന് റിഹേഴ്സൽ ചെയ്തിട്ട് പോണം. അച്ഛൻ വേദന ഒന്ന് അഭിനയിച്ചു കാണണം. എന്റെ അഭിനയം നിങ്ങൾക്ക് കാണാനല്ലേ? അയ്യോ എന്റെ കൈ ഓടിച്ചേ. ആരെങ്കിലും ഒന്ന് ഓടിയോ? ഇത് കട്ട ഓവർ മാമാ. എന്തുകൂടെ ഇഷ്യൂവായത്? നീ ചുമ്മാ എന്നെ തളത്തല്ലേ? അച്ഛ അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. അച്ഛൻ കുറച്ചുകൂടെ തന്മയത്വത്തോടു കൂടി അഭിനയിക്കണം. തന്മയത്വം എന്താണെന്ന് അച്ഛൻ അറിയാമോ? തന്മയത്വം അവൻ അറിഞ്ഞൂടി? എങ്ങനെ പറഞ്ഞുകൂടി? നീ പറഞ്ഞു മാമ. തന്മയത്വം എന്ന് പറഞ്ഞാല് അതിൻ്റെതായ രീതിയിൽ ഓവർ ആവാതെ നൈസിനെ അങ്ങ് വിടണം. പക്ഷേ റിയാലിറ്റി ആയിട്ട് തോന്നണം. എന്നാ ശരി, ഞാൻ ഒന്നുകൂടെ കാണിക്കാം. മാമ ജീവൻ തുടിക്കണം. അച്ഛൻ നിരാശപ്പെടുത്തല്ലേ അച്ഛാ. ഡേയ് തുടിച്ചില്ലേ നീ എന്നെ കടിക്കൂടെ? അച്ഛൻ ചെയ്യണം. തുടിച്ചില്ല നമുക്ക് അടിക്കാൻ പറ്റൂല. അയ്യ ഇത് നടക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാലാണ് വഴങ്ങുന്നതെന്ന്. എന്താ പരിപാടി? എന്താ പരിപാടി? എടാ ഞങ്ങളെ കൂട്ടി കയറി വരരുത്. അച്ഛൻ പയ്യെ നടന്ന് താഴോട്ട് ഇറങ്ങരുത്. കാല് വീട് കാലൊടിച്ചടാ. സൂപ്പർ അപ്പനെ, അടിപൊളി. ഞാൻ മമ്മിയിരുന്നെല്ലാം കേട്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? വെള്ളം അടിക്കാൻ പാടില്ലേ? ചേട്ടാ ചുമ്മാ ഇടം. ഇപ്പൊ ശരിയാക്കി തരാം. പറഞ്ഞു എന്നോട് കൊണ്ടുപോ. 4 പേരായിട്ട് പോയാൽ നടക്കൊന്നുമില്ല. എവിടെ പൊക്കും ഇവിടെ വീട്ടില് 4 പേരായിട്ട് പോണത് പോയിട്ട് ബാദുഷ എന്തോന്ന് വിചാരിക്കും. അതാണ്. എന്നാ ശരി, ഞാൻ ചേട്ടത്തി പറഞ്ഞേക്കാം. ഇവിടെ സമാധാനപ്പെടാ ചെറുക്ക. നമ്മളൊന്ന് ആലോചിക്കട്ടെ. ഒന്ന് ശ്വാസപ്പെടാനുള്ള സമയം താടേ ഒന്ന്. അന്നേ ലളിത പറഞ്ഞതാ 2 പിള്ളേർ മതിയെന്ന്. അപ്പൊ എനിക്കായിരുന്നു മോടാ. അതൊക്കെ അപ്പൊ ആലോചിക്കണം. അനുഭവിക്കട്ടെ. എന്നോട് കൊണ്ടുപോയി പരിപാടി നടക്കത്തില്ല.